മലപ്പുറം നിലമ്പൂർ ചോക്കാട് 40 സെന്റ് ഉന്നതി നഗറിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ഇന്നലെ രാത്രിയിലാണ് കാട്ടാനകൾ പ്രദേശത്തെത്തിയത്. വനപാലകരെത്തി ആനകളെ കാട്ടിലേക്ക് കയറ്റി. പൊട്ടിച്ചേ യൂനസ് അഹമ്മദ് വിവരങ്ങൾ നൽകും. യൂനസ്, കാട്ടാനക്കൂട്ടം കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇന്നലെ രാത്രിയോടെയാണ് നിലമ്പൂർ ചോക്കാട് 40 സെന്റ് ഉന്നതി നഗരിൽ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഇന്ന് ഉച്ചവരെ 1 മണി വരെ ഇവിടെ തമ്പടിച്ച് നിൽക്കുകയായിരുന്നു. നിരവധി തവണ നാട്ടുകാരടക്കം ഈ കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് കയറ്റാൻ ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല. പലതവണ അതിനവർ ശ്രമിച്ചപ്പോഴും വിജയം കണ്ടില്ല. പിന്നീട് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവരെത്തി പലതവണ ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല. പിന്നെ നാട്ടുകാരും ഉൾപ്പെടെയാണ് ഇതിന് ശ്രമം നടത്തിയത്. ഇപ്പോൾ ആനകളെ കാട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. 10-ലധികം ആനകളുണ്ട്. കുട്ടിയാന ഉൾപ്പെടെയുള്ള 10-ലധികം ആനകളുണ്ട്. ഏതായാലും ഈ നാട്ടുകാർ പറയുന്നത് പലതവണ വന്യജീവികളടക്കം പലതവണ ഈ ഒരു പ്രദേശത്ത് വരുന്നുണ്ട്. നിരവധി തവണ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നൊരു ആരോപണവും ഈ നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ഭയപ്പെടേണ്ട സാഹചര്യമില്ല. ആനകളെ ഇപ്പോൾ കാട് കടത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. നിലമ്പൂർ ജനവാസ മേഖലയിലാണ് ആനക്കൂട്ടം എത്തിയത്. മലപ്പുറം നിലമ്പൂർ ചോക്കാട് 40 സെന്റ് ഉന്നതി നഗറിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. വിശദാംശങ്ങളാണ് യൂനസ് അഹമ്മദ് നൽകിയത്.